നിരവധി ഇൻവെസ്റ്റിഗേറ്റീവ് ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്ന സിനിമയാണ് ഡാർവിൻ കുര്യാക്കോ സംവിധാനം നിർവഹിച്ച് യൂത്ത് സൂപ്പർ സ്റ്റാർ ടൊവിനോ തോമസ് നായകനായി എത്തിയിരിക്കുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടും. ടൊവിനോയുടെ പോലീസ് കഥാപാത്രമെന്ന് കേട്ടപ്പോൾ തന്നെ ഉറപ്പായും ഇതൊരു മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലേക്ക് ചെന്നത്. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് ഒരു മികച്ച കുറ്റാന്വേഷണ കഥയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയി സിനിമയുടെ സംവിധായകൻ. ഒരു ടിക്കറ്റിൽ രണ്ട് കഥ നമുക്ക് കാണാം. കണ്ണൂർ സ്ക്വാഡിലെ പോലെ തന്നെ ഇവിടെയും ടൊവിനോ അവതരിപ്പിക്കുന്ന കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ ടീമും അന്വേഷിക്കുന്ന രണ്ട് കുറ്റാന്വേഷണ കഥകളിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. നിരവധി ട്വിസ്റ്റുകളും സസ്പെൻസുകളുമുണ്ട് കഥ പറച്ചിലിൽ. അതുപോലെ തന്നെ നിരവധി ഇമോഷണൽ രംഗങ്ങളുമുണ്ട്. പക്ഷേ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ വളരെ വേഗത്തിൽ പറയേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി തൃപ്തിപ്പെടുത്തി പോകുന്ന ഒരു പോസിറ്റിവിറ്റി ചിത്രത്തിൽ ഉടനീളമുണ്ട്. ആ ഒരു ട്രീറ്റ്മെന്റ് വളരെ ഡിഫറന്റ് ആയിരുന്നു. ടൊവിനോ തോമസ് എന്ന സൂപ്പർ താരം ഒരു സൂപ്പർ പെർഫോമറായി മാറുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. നിരവധി വ്യത്യസ്തമാർന്ന സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ SI ആനന്ദ് നാരായണൻ എന്ന കഥാപാത്രം പടം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല. കോട്ടയം ചിങ്ങവനം സ്റ്റേഷനിലെ അച്ഛനെ പിന്തുടർന്ന് കാക്കി അണിഞ്ഞെത്തുന്ന പുതിയ SIയിൽ നിന്നും ഒരു കറതീർന്ന മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് അയാളുടെ വളർച്ചയും ഒപ്പം അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കേസുകളുടെ തീവ്ര സ്വഭാവവും അയാൾക്കൊപ്പമുള്ള പോലീസുകാരുടെ ഇമോഷണൽ കാര്യങ്ങളും ഒക്കെയാണ് പ്രേക്ഷകർക്ക് ഒരു അനുഭവമായി മാറുന്നത്. ഇതിന് കാരണം ഉറപ്പായും ടൊവിനോയുടെയും ഒപ്പമുള്ള കഥാപാത്രങ്ങളെയും എല്ലാം മികച്ച അഭിനയത്തിലൂടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒരു സിമിലാരിറ്റി ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ഡയലോഗിലും എല്ലാം ആനന്ദ് നാരായണൻ എന്ന 80-90 കാലഘട്ടത്തിലെ ആ ഒരു SI കഥാപാത്രത്തിന്റെ പെർഫോമൻസ് അദ്ദേഹം വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്തു എന്നത് തന്നെയാണ് ചിത്രത്തിലെ കഥാപാത്രത്തിനെ ഇത്രയധികം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഘടകം. അതുപോലെ തന്നെ ചിത്രത്തിലെ ചെറുതും വലുതുമായ അഭിനേതാക്കളെല്ലാം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിലെ മറ്റു പോലീസുകാരായി എത്തിയ വിനീത് തട്ടിൽ, പ്രമോദ് വെളിയനാട്, രാഹുൽ രാജഗോപാൽ എന്നിവരുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പതിവ് പോലെ തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങളെല്ലാം മികച്ചതാക്കുന്ന ഇന്ദ്രൻസ്, സിദ്ദിഖ്, ബാബുരാജ്, ഷമ്മി തിലകൻ ഇവരൊക്കെ 100-ൽ 100 മാർക്ക് നേടുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കൊപ്പം പുതുമുഖങ്ങളായി എത്തുന്ന കുറേയധികം താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരെല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മധുപാൽ, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട് എന്നിവരും വളരെ മികച്ച രീതിയിൽ തന്നെ തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ ജിനോവി എബ്രഹാമാണ് ചിത്രത്തിന്റെ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു സീനോ ഡയലോഗോ ഒന്നും തിരക്കഥയിലില്ല. വളരെ ഷാർപ്പ് ആൻഡ് ക്രിസ്പാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗിരീഷ് ഗംഗാധരന്റെ ഛായാഗ്രഹണം അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഗിരീഷ് ഗംഗാധരൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും കാണാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കഥയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്തോഷ് നാരായണന്റെ മ്യൂസിക് ഡയറക്ഷനും ഡാർവിൻ കുര്യാക്കോസ് എന്ന സംവിധായകന്റെ മേക്കിങ്ങും ഇതെല്ലാം തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. സിനിമയിൽ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ട് ആസ്വദിക്കുക. ഒരു 80-90 കാലഘട്ടത്തിലെ കഥയാണ് സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന രണ്ട് കുറ്റാന്വേഷണ കഥകളിലെ ആ ഒരു മൂഡിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗിമ്മിക്കോ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളോ കോലാഹലങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിക്കായി നേരെ ചെല്ലുക. തൊട്ടടുത്ത തിയേറ്ററുകളിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും. കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമ റിവ്യൂവിനും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.